bag dropped by the doorway, like you never really left. And the perfume on your skin still hits me in my chest. You walk slow across the kitchen, with your hair still slightly wet, and avoid my eyes completely, like we both know where this heads. We say, "Have you been lately?" like strangers catching up. Before this moment, we walk separate ways, through lonely nights and hopeful searching days. Then God's own plan began to clearly show a love like ours, designed to truly grow. Two hearts now joined by heaven's perfect time. I never knew how this would be. Two hearts brought here so perfectly. Through every prayer, through every year, you were drawing me so near. And now I stand with open hands, seeing more than I had planned. every moment led me here. Now it's all so clear. One love, one promise. Before God we stand, With faith in tomorrow and hope in His plan. Through all of our days, we'll walk hand in hand. One love, one promise, forever we stand. I'll be your strength when you feel weak, your quiet peace when life feels deep. in every joy and every tear. I will choose you year by year. Not just words we say today, But a vow that will remain. one love, One promise. before God we stand. With faith in tomorrow and hope in His plan.
നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. എന്റെ ഗീതം പോലെ എൻ പിതാവേ എന്നെ യഹോവേ നിന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടണമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയുമില്ല, ഉറങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും നിയന്ത്രിക്കുന്ന ദൈവമേ, അവിടുത്തെ നിത്യമായ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തുതി. തുടർന്നും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിനായിട്ട് ക്ഷണിച്ചിരിക്കുന്ന പ്രിയ ജിബിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ ഇന്നയോടെ നൽകിയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പുതിയ ജീവിത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പുതുദാനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് നിന്റെ മകനെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമോടെ ഓർക്കുന്നു. തിരഞ്ഞെടുത്ത് നൽകുന്ന തക്കതായ തുണ നല്ല ഇണയായി അന്ത്യം വരെയും ഒരുമിച്ച് ജീവിപ്പാൻ ഇടയാക്കണം. മകളെ അനുഗ്രഹിക്കുകയും കുടുംബജീവിതത്തിനായി പരിശുദ്ധാത്മാവിനാൽ സജ്ജമാക്കുകയും ചെയ്യണമേ. ഇന്ന് വിവാഹ കൂദാശ അവിടുത്തെ കരങ്ങളാൽ ആശീർവദിക്കപ്പെടുവാൻ ദൈവകൃപ ഈ കുഞ്ഞുങ്ങൾ പ്രാപിച്ച് ഒരു ശരീരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനാധാരമായി നിന്റെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ സമർപ്പിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇന്നു മുതൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ കുടുംബ ബന്ധം നിത്യത വരെ തുടരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഒരു ശത്രുവും ഈ ബന്ധങ്ങളുമേൽ വ്യാപരിപ്പാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരുടെയും മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജിയെയും മെനിക്കുട്ടിയെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. പിന്നെ ഈ പ്രിയദാസിയെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിൽ നിന്റെ മക്കള് വന്നു വരുന്നത് ഈ ഭവനത്തിന് അനുഗ്രഹമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതോർത്ത് സ്തോത്രം. ഇന്നത്തെ വിവാഹത്തിന്റെ ആവശ്യം തീരുവോളം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിരുന്നിനെ വാഴ്ത്തണം. എല്ലാ അപര്യാപ്തതയെയും പൂർണ്ണതയിലേക്ക് നയിച്ച് ഇന്ന് ഒരുമിച്ചുള്ള കൂടിവരവ് സന്തോഷത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യാത്രയിലുള്ളവരെ ഓർക്കുന്നു, യാത്രയ്ക്കായിട്ട് ഒരുമ്പെടുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ ചെറിയ യാത്രയിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വേദനകളെ അറിഞ്ഞ് ഞങ്ങളോട് അവിടുന്ന് ഇടപെടണം. ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യം നൽകണം. അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് തന്ന് തിരുകൃപയിൽ ഞങ്ങളെ പാലിക്കണം. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ.
മനുഷ്യരിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള നാരായ ശക്തിയും മഹത്വം എന്നേക്കും ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംസർഗവും സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെയും പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളോടും ഇന്ന് നടക്കുന്ന കുദാശയുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് വിശുദ്ധ കുടുംബജീവിതത്തിനായിട്ട് നിന്നെ ഒരുക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more than just a dream come true. Proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for your peace to calm my heart. I waited for the call to make a new start. I waited for the grace that only you give. I waited to love, to live and to forgive. You are more than just a dream come true. Proof of what His love can do. With every breath, with all I say, I thank the Lord I wait.
പരിശുദ്ധൻ 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 സ്തുതി. നിങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആദ്യത്തെ വൈകുന്നേരം ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികൾ ആത്മാക്കളെ സന്തോഷിക്കുമാറാകണമേ. നിന്റെ കന്യായ ഞങ്ങളുടെ സങ്കടങ്ങൾ വാങ്ങി പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടിയും ആദ്യം മുതൽ നിന്നെ പ്രസാദിക്കുന്ന സർവവിശുദ്ധന്മാരോടുകൂടിയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ വിശുദ്ധ കൂട്ടങ്ങളിലും നിന്റെ വത്സരയുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റും. മണവാളനും മണവാട്ടിയും തോഴ്മക്കാരി ഒഴികെ ശേഷം ജനങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാവുന്നത്രേ. വാസികളെയും സന്തോഷിപ്പിച്ച സ്തോത്രം കരുണാകരനാം മസിഹായേ സേവകനായി കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവനങ്ങളെ മോദിരത്താൽ സഹമസികായ്ക്കായി അനുഗ്രഹങ്ങളും മനോഗുണവും ധ്യാനിക്കണം. ഞങ്ങൾക്ക് സഹായം
സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെയും തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും വിശാദികളുടെ മേൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല ഗണങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മസിഹാതമ്പുരാനെ തന്റെ അടിയാരുടെ മോതിരം പാടിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സർവ്വതപ്പെട്ടിരിക്കുന്നവരും നന്മകളിൽ സർവ്വത സമൃദ്ധിയുള്ളവരും സർവ്വതന്മകളിൽ വന്നിരിക്കുന്നവരും ദൈവികമാനുഗ്രഹങ്ങളും നന്മകളുടെ നീയമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകലക്ഷത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായിരിക്കുന്നതുമായ വെടിപ്പുള്ള ഓർമ്മയാകുന്നു. മോദരത്താ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണപ്പെടുവാൻ വിവാഹം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോദരത്താ പരിപൂർണമായി നിറവേറുവാൻ നിമിത്തം നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വലിയ ദാസരായങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരണപൂർവ്വം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശ്വയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാട്ടി, ഞങ്ങളുടെ പുത്രിയായ മണവാട്ടി ജ്ഞാനത്തിൽ തിരഞ്ഞവരും പുറകുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സ്ഥലമാക്കി നിന്നു വെറുപ്പുകളിൽ നിന്ന് വന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും ലോകത്തിലും അഴിവില്ലാതെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവറയിലൂടെ ആയുഷ്കാലം മുഴുവൻ വിവിധ ഭാഗമായിരിക്കണമേ. നീരന്മാരും മലകമാരും ഇടപെടാ സന്തോഷിക്കുന്നതുമായ സ്വർഗീയ മണവറയിൽ ആനന്ദപൂർവ്വം നേടിപ്പിക്കണമേ. കർത്താവേ, കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ വിശ്രമമായോട് ആസ്വദിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തനിക്ക് വിവാഹത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സത്യമണവാളനായുള്ളവരും അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇതിലടിയാറിൽ നിന്ന് ശ്രേഷ്ഠ മരത്തിലാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും എതിർക്കാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഇവർക്ക് ലഭ്യമാറാകണമേ. എന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോചനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ
മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകോപായുടെ തിരുനാമത്തിൽ ഈ മോചനങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ലക്ഷ്യമായ മോദത്തോടുകൂടെ തന്റെ കരുണയുടെ വാഴും തന്നെ നീ പ്രാപിക്കുമാറാകാം. നന്മയും വാഴുന്നതേ നിന്റെ ആയുഷ്കാലം നിന്നോട് നിന്നെ കാത്തുകയും ചെയ്യുമാറാകട്ടെ. വിശ്വാസികന്മാരെയും ലക്ഷ്യമായി മുതൽ ദേശീയ ആത്മാവിന്റെ ശരീരത്തിന്റെ സ്വസ്ഥതയാൽ ഹൃദയ സന്തോഷത്താലും ധരിക്കുന്ന പിതാവും പരിശുദ്ധരുമായിരിക്കും ശ്രീ സ്തോത്രവും ചെയ്യാം. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമുറുക്കുന്നുണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിനെയും വിവാഹ നിശ്ചയം പൊന്നാപന്നങ്ങളായി പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോചനങ്ങളായി താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. വഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിപാലനയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയിൽ മുമ്പാകെ നിൽക്കുന്ന ബലഹീനനും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിൽ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. നൽകുന്ന നിന്റെ സ്ത്രീകളായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ലോകാന്ത്യം വരവിന്നോടൻ രാജസുതം എനിക്കായി നൽകി
അവനിക്കായി തന്നിരുന്നു. കഷ്ടം രക്ഷകനാമീശോരേ സ്തോത്രം. ആയുധമെന്നെ ചാർത്തിയിട്ടാൻ മാംസം രക്തം മണവാട്ടി പകലോട് ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130,000, 160,000, 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീപകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവരുടെ സൈനിക്കിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാക്കുകയും ചെയ്യുവാനാകട്ടെ. ഒന്നാം ഭാഗം ശുശ്രൂഷയായ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. നമുക്ക് ഈ വധുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, തിരുത്തുകയായി സമർപ്പിതരായിട്ടുള്ള ഇതിന്റെ മക്കളെ അവിടുന്ന് കൂട്ടി യോജിക്കുകയും അന്ത്യം വരെയും ജീവിത പങ്കാളികളായി തുടരുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യുക. ഇവരുടെ ജീവിതത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം നടപടിയായി തുടരുവാൻ തയ്യാറാണ്. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. ഇപ്പോൾ ഗായക സംഘം എന്നോട് കൂടെ വസിക്കുന്ന ദൈവമേ എന്ന ഗാനം ആലോചിക്കും. In
ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴമക്കാരോടുകൂടെ ചില സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂപായ്ക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവ വിശുദ്ധരായ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ദൈവം ഈ നവ ദമ്പതികളെയും ആശീർവദിക്കട്ടെ എന്ന സഭയുടെ ആശീർവാദം കൈമാറുന്ന ഈ സമയത്ത് മണവാളനും മണവാട്ടിയും അത് സ്വീകരിക്കുന്നതിന്റെ പ്രതീകമായി ശിരസ് വിളിച്ച് കുരിശ് കുറിക്കുകയും ജനം ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി ചൊല്ലുകയും വേണം. ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി ചൊല്ലുന്നു. Wow.
നിന്റെ ദാനങ്ങളെ സഹിതമാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക മുഴുവനെ നിറയ്ക്കണമേ. പിതാവും പരിശുദ്ധമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതിപ്പാടുകയും നിന്റെ ദർശനം ഉല്ലസിക്കുകയും ചെയ്യുവാനാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സന്തോഷിക്കും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോൾ നിരന്തരം കരയുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവരുമായ സ്വയംഭൂവും തന്റെ സിംഹാസനത്തിൽ ചുറ്റുനിന്ന് തനിക്ക് മന്ത്രമടച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതുമായ തന്റെ ശ്രേഷ്ഠത്വത്തിലെ സ്തുതി അടിയാറുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ഓ
ഭയത്തോടും പ്രയോജനത്തോടും ഞങ്ങൾ പൂരിക്കുകയും അത്യുന്നതങ്ങളിൽ ലക്ഷ്മന്മാരുടെ കൂട്ടങ്ങൾ തന്റെ സംസ്ഥയിൽ ഭ്രമിച്ചുലകുകയും അവന്യമായ കരുണയുടെയും അപരിമേയമായ ധാരാളതയാൽ സന്തോഷിക്കും മൺമേലുമായ പ്രസാദിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൽ വസിക്കുന്നവരും കൃത്യമായി ഇവിടെ അടുത്ത് വന്നാൽ നിന്റെ കരണ്ടിന് കീഴിലും നിന്റെ ദയയുടെ ചിറകിൽ അഭയം പ്രാപിക്കുന്നവരുമായ നിന്റെ ഇടയാരെ നീ വാഴ്ത്തണമേ. ഇവർ നമ്മുടെ സഹപ്രവർത്തികൾ ഉത്തമരായി ഇവരെ സുഖത്തോടെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാലത്ത് സ്വർഗ്ഗരാജ്യത്തേക്ക് നടക്കുന്ന നേർവഴിയിൽ കൂടി ഓടുവാൻ ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ജനതീകൾക്ക് പ്രയോജനകരമായ ദൈവികാകാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാൻ ഇവർക്ക് കൃപണമേ. കർത്താവേ, നിത്യനെ സ്നേഹിക്കുന്നവരും പാപമൊന്നുള്ളവരും ആഗ്രഹിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധരുടെ വാസത്തെ കടന്നു വരുവാൻ ശമിക്കപ്പെട്ട സാധാരണ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാൻ നിന്റെ ആത്മീയത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിൽ നിന്റെ അനുഷ്ഠാനത്തിൽ താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്ക് ഏർപ്പെടുകയാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങൾ മുതലും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മയോട്ടുള്ളവരെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യമുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകിയ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായും സ്ത്രീസ്തോത്രം ഞങ്ങൾ ലഭിക്കുന്നു. ശരീരത്തിന്റെ രക്ഷയുവാൻ പുരുഷൻ സ്ത്രീയുടെ തലയാവുന്നു. സ്വഭാവശികായ്ക്ക് കേൾപ്പെടുന്നതായും എന്റെ ഭാര്യമാരും പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സമയം സ്നേഹിക്കുകയും നിരസ്ഥാനത്താലും വലുതാലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും അവത്തോടായും മാലിന്യമുള്ളതായും വ്യക്തിഗതമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കമായ തനിക്ക് തന്നെ സഭയായി വേണ്ടി തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. സഹോദരനെ നാം ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന
മത്തായി ശ്ലീഹ എഴുതിയിരിക്കുന്ന ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ. വിശുദ്ധ തിരഞ്ഞെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈശ്വരൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷനും തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിനെ തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളിച്ചത്, ആദ്യം സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന കലകളും പിതാവിന്റെയും ജീവനും വിശുദ്ധിയുള്ള തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിന്നുടയോ അയ്യാ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം മണവാളൻ ശിരസിന്മേൽ കവലോ ചൂണ്ടിയിടുന്നു. Amen.
ഘോഷമിറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം നിന്നെ ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ ധരിക്കട്ടെ. ശത്രുവിന്റെ സർവശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അണിയിക്കും മകുടം നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ ധരിക്കട്ടെ. പിതാവിനും സ്ത്രീയുണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെ മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള നിങ്ങളുടെ ആയുസ്സിൽ പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനായ സത്യത്തിന്റെ മണവായകൊണ്ട് നിങ്ങളുടെ മണവായ്മ തേടപ്പെട്ടെ. സഭയെ സന്തോഷപോലെ നിങ്ങൾ അന്യനെ സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കയെ നിങ്ങളുടെ മേൽ ഒന്നാവസ്ഥ സകല ഉപദ്രവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് വഞ്ചന നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളോട് സന്തോഷിക്കാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശം മഞ്ഞും ഭൂമിയോടും സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു പറഞ്ഞ ആ വാഴ്ച നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും നല്ല ദൈവത്തെ പ്രസാദിക്കുകയും ചെയ്തിട്ടുള്ള ദൈവം നിങ്ങളുടെ മേലും ിക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളിൽ മേൽ വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകലജാതികളും സ്തുതിച്ച് സ്തുതിപാടട്ടെ.
ദൈവൈശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യം കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അഭാവിയായ സ്ത്രീയുടെ പാവങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. അവരോട് വെച്ച മണവാട്ടിയുമായി ഇടപെടുവാൻ സീനായ ഇറങ്ങിയ നിങ്ങളെ നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനെ സ്വീകരിക്കുകയും ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കരുതുക.
ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്രീവായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന് മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയില്ല, അറിയുന്നവന്റെ മുൻപാകെ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുന്നു. ഇതാ ഇന്ന് മുതൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കുക. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവൻ ആയിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്റെ മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വലത്തെ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരുമായുള്ള ഭാര്യമാരുടെ ബന്ധം ഏത് വിധത്തിൽ ന്യായമാകുന്നെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു പറയണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്നറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവരോട് ചാർച്ചക്കാരെ വിട്ടു കഴിഞ്ഞ് ഇവിടെ ഭർത്താവിനോട് ഒന്നും ചെയ്യുന്നു. അതിനാൽ അവൻ നീ അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രത്തിന് ക്ഷാമം ഉണ്ടായിരുന്നാലും അവളെ വസ്ത്രം ധരിക്കുമാറാക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാണെന്ന് അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായപാലം നൽകും. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിനായി വളരെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവർ ആയിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കുവാൻ മറക്കരുത്. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. മംഗലം സെന്റ് തോമസ് മാർത്തോമാ ഇടവക ഈ സുദിനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം വേദപുസ്തകം നൽകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി തീരട്ടെ. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആലപിക്കും. മഴയായി കുളിരായി കടുകും ധനവും എന്നാലപിക്കുന്ന ഗാനം.
നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിലൊരുക്കുമെന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ജലസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Before this moment, we walked separate ways, through lonely nights and hopeful searching days. Then God's own plan
began to clearly show a love like ours designed to truly grow. Two hearts now joined by heaven's perfect tie. Under His grace, just you and I. You and I, together we are one. A new beginning under God's bright sun. His love our anchor, strong and ever true. Forever walking, just me and you. Through every season, joy or gentle rain, we'll face tomorrow, easing every pain. Your hand in mine, His Spirit close by side. In perfect trust, where true love can abide. Oh, two hearts now joined by heaven. Every room is full of people, but I only look for you. While they're pulling me in every direction, asking for the truth. You got strangers taking പ്രാർത്ഥിച്ച് pictures. ഈ റിസപ്ഷൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സമ്മതമാണല്ലോ അല്ലേ? പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന സമയത്തിനായിട്ട് സ്തോത്രം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജിബിനെയും സ്നേഹമോളെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഒന്നിപ്പിച്ചിരിക്കുന്നു. അന്ത്യം വരെയും ഭാര്യ ഭർത്താക്കളായിട്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണം. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കയറി വരുമ്പോൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ. ഇരു കുടുംബങ്ങളെയും ആശീർവദിക്കണം. ഈ വലിയ സന്തോഷ മുഹൂർത്തത്തിൽ ഒരുമിച്ച് ചർച്ച ചെയ്യുവാൻ അവിടുന്ന് സാഹചര്യം ഒരുക്കിയതോർത്ത് സ്തോത്രം. തിരുസന്നിധിയിൽ തലമണക്കിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇവിടെ ആഗതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മിസ് ഡാനിയൽ അച്ഛനെ കുടുംബത്തെയും ഓർക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ച് അടിയങ്ങൾക്ക് നൽകണം. ഭക്ഷിച്ച് ബലം പ്രാപിച്ച് ശക്തരായി നിനക്കായി ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണം. തിരുനാമം ഞങ്ങളിൽ എല്ലായ്പ്പോഴും ഉയരട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ത്രിയേകതയും വിവാഹിതരായ മക്കളോടും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. മംഗലം സെന്റ് തോമസ് മാർത്തോമ ഇടവക കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നവവധുവരന്മാരായ ജിബിനും സ്നേഹമോൾക്കും ഒരിക്കൽ കൂടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഞങ്ങൾക്ക് ആർക്കും ഇവരെ സ്പെഷ്യലി പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാന്ന്. എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഫോർമാലിറ്റി ഇവരെ റെഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. First, I introduce our handsome groom, Jibin Thomas. He completed airport management and are working as a traveler in Saudi Arabia. നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ബ്രൈഡ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണ് അല്ലെ. അപ്പൊ ബ്രൈഡിനെ കുറിച്ച് അറിയാനായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറച്ചുകൂടി ഒരു ആഗ്രഹമുള്ളത്. സോ നമുക്ക് നമ്മുടെ ബ്രൈഡിനെ ഒന്ന് പരിചയപ്പെടാം. Our beautiful bride Snehamol. She completed M.Com and now currently ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഈ ഒരു ഹാപ്പി ഫ്രെയിം ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വേദിയിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. വേറെ ആരെയല്ല, അവർ രണ്ടുപേരുടെ പാരൻസിനെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, പാരൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. ഒരു ചെറിയ സെലിബ്രേഷൻ വന്നാൽ കൂടി എല്ലാവരും വിളിച്ചു ചേർത്ത് ഒരു ആഘോഷമാക്കി മാറ്റാൻ എപ്പോഴും നമ്മുടെ പാരൻസ് ആയിരിക്കും അല്ലെ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ച് ഈ ഒരു മൊമെന്റ് ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ഇവർ രണ്ടുപേരുടെ കൂടെ നിന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി നമുക്ക് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. First, I welcome our groom parents, Father Mr. Thomas Matthew and Mother Mrs. Osma to the stage. രണ്ടുപേരെ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്ന എന്നാൽ ചെയ്ത യേശുനാഥന്റെ വചനം മനസ്സിലാച്ചുകൊണ്ട് പിന്തലിക്കുന്നതിനായി നവവധുമാരെയും കുടുംബങ്ങളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു.
ഈ ഒരു തിരിയുടെ പ്രകാശത്തിലോ നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലും സന്തോഷമായാലും സങ്കടമായാലും കൊച്ചു കൊച്ചു ഇണക്കങ്ങളായാലും പിണക്കങ്ങളായാലും അത് ഇതുപോലെ ആഡ് ചെയ്ത് ആ ലൈഫ് ഏറ്റവും സ്വീറ്റ് ആക്കി തീർക്കാൻ നമുക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ. നമ്മളെല്ലാവരും ഒരു നിമിഷം ആശംസിക്കുകയാണ്. I welcome the bride and groom to come and share the days of this beautiful cake. Please step forward. Whispered to the Lord, our lives united, guided by His word. May every moment bring Him all the praise as we build our future through all coming days. You and I together, we are one. A new beginning under God's bright sun. His love our anchor strong. Every room is full of people, but I only look for you. While they're pulling me in every direction, asking for the truth. You got strangers taking pictures while I'm waiting by the door. And I hate the way the whole world always asks for more. They see diamonds in the flashes, they don't see the way we fight, or the way you go silent every single ride home at night. You said, baby, ഹേഗാലോലം തുമ്പിപ്പെണ്ണായി ഈ മുല്ലക്കൊമ്പേ ആടാനായി നീയും കൂടാമോ? ഹേഗാലോലം തുമ്പിപ്പെണ്ണായി ഈ മുല്ലക്കൊമ്പേ ആടാനായി നീയും കൂടാമോ? കാതോരം കത്തിക്കൂടുമ്പേ മുഖത്തിനെ പാടാനായി നീയും കൂടാമോ? കണ്ണാടിക്കട്ടി ഒരു വിങ്ങാരക്കട്ടെ ചിന്തൂര ചേരോടെ കണ്ണുള്ള പെണ്ണല്ലേ
Like it's dangerous to touch. Every almost conversation always says enough. We keep leaning toward each other and pretending we're alright, but the silence in between us keeps us up all night. Don't pull away tonight. Stay a little closer now. Rain keeps it in the window while you're staring at the street like you're trying to find an answer somewhere underneath. You light another cigarette just to keep your hands busy while your eyes keep giving away everything you hide from me. I hear your breathing change every time I say your name, like a part of you still wants this. Even if you're scared, You always moving closer right before you disappear. like you wanna stay forever, but forever feels too real. I don't need a perfect ending, I don't need us figured out. I just need you honest when the lights go out. We keep dancing around the feeling like it's dangerous to touch. Every almost conversation always says enough. We keep leaning toward each other and pretending we're alright, but the silence in between us keeps us up all night. I never knew how this would begin, or how His grace would draw me in. But here we are with open hearts, knowing we were set apart. You held your faith, I held on to, and somehow love was leading through. Now and forever, I'll stand by your side. through every season, You'll be my life. with God as our anchor,
bag dropped by the doorway, like you never really left. And the perfume on your skin still hits me in my chest. You walk slow across the kitchen, with your hair still slightly wet, and avoid my eyes completely, like we both know where this heads. We say, "Have you been lately?" Like strangers catching up, while the tension in the silence says enough. 'Cause every time you're near me, my defenses fall apart, and every little movement from you hits too hard. we keep coming back together. Every time we say goodbye, like no matter how we break it, something keeps us tight. And I know it's complicated, I know nothing stays the same, but every time you touch me, it still feels like fate. maybe we're addicted To the way we almost heal, 'cause nobody else has ever made me feel this real. Why do you still feel like home? Even after all this time. Streetlights through the curtains, painting shadows on your face, and for a second everything feels exactly like old days. You still bite your lips softly when there's something on your mind, and I still notice every detail even after all this time. We got history between us, hanging heavy in the room. All the words we never finished, all the nights we burned through. Maybe we were never good at letting each other go, 'cause every road away from you still leads me home. We keep coming back together every time we say goodbye, like no matter how we break it, something keeps us tight. And I know it's complicated, I know nothing stays the same, but every time you touch me, it still feels like fate. maybe we're addicted To the way we almost heal, 'cause nobody else has ever made me feel this real. If I asked you to stay tonight, would you finally stop running? or are we just repeating something beautiful and broken? 'Cause every time I lose you, it tears me open slow. And every time you leave me, you're the only. കർത്താവേ, നന്ദിയോട് സ്തോത്രം. ഹാലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസിനും വാക്ക് പറഞ്ഞാൽ മാറിപ്പോവാത്തിനുമായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, തിങ്കളാഴ്ചയുടെ ദൈവമേ, ഈ സായാഹ്നത്തോട് അടുത്ത സമയത്ത് കർത്താവേ, നിന്റെ മക്കളായ അടിയങ്ങളെ പാദത്തിലേക്ക് അടുത്ത് തരുന്ന കർത്താവേ, ദൈവമേ, നിന്റെ മക്കളുടെ കർത്താവേ വിവാഹം ദൈവമേ സന്തോഷത്തോടും സമാധാനത്തോടും കർത്താവേ തിങ്കളാഴ്ച ദൈവമേ നടക്കുവാൻ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് ആയിരം സ്തോത്രം. കർത്താവേ, അന്തരീക്ഷത്തെ അവിടുന്ന് ദൈവമേ ഹല്ലേലൂയാനും കർത്താവേ സന്തോഷമായ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമേ, പ്രകൃതിയൊക്കെ അവിടുന്ന് ശാസിച്ച് കർത്താവേ മഴയുടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ കർത്താവെ എല്ലാം ദൈവമേ കൂടേണ്ടവരൊക്കെയും തക്ക സമയത്ത് വന്നു കൂടി കർത്താവെ എല്ലാം ഭംഗിയായും ചന്തമായും കർത്താവെ നടത്തുവാൻ അവിടുന്ന് നടത്തി കൃപയ്ക്കാട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ മുടുക്കോ ഞങ്ങളുടെ കഴിവോ അല്ല കർത്താവെ, അവിടുത്തെ വലിയ കൃപയൊന്ന് മാത്രമായ നന്ദിയോട് സ്തോത്രം. 2 ഭവനങ്ങളെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. പ്രത്യേകിച്ച് ദൈവമേ ഭവനത്തിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. നിന്റെ മകനെ എത്രത്തോളം പഠിപ്പിക്കുവാനും വളരുവാനും ഒക്കെയും കർത്താവെ ബെന്നിക്കും കേസി കുട്ടിക്കും കൊടുത്ത കൃപയ്ക്കാട് നന്ദിയോട് സ്തോത്രം. ബെന്നിയെ പ്രത്യേകിച്ച് കൊടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിന്റെ മകൻ ബലഹീനനാണ് കർത്താവ്, എങ്കിലും ബലവാനായ കർത്താവിൻ്റെ കര എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ ദൈവമേ കർത്താവെ അതുപോലെ സ്നേഹമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേയുടെ മാതാപിതാക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് അവരുടെ വിവാഹം ദൈവമേ ഭംഗിയായിട്ട് നീ നടത്തിയിട്ട് കർത്താവ് നന്ദിയോട് സ്തോത്രം. കർത്താവ് ആശീർവദിച്ച കർത്താവ് പുരോഹിതന്മാർക്കായിട്ട് ദൈവമേ നന്ദിയോട് സ്തോത്രം. കർത്താവ് ദൈവമേ കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. സന്തോഷത്തോടുള്ള കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി അവരെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന് ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാട് ഞങ്ങളുടെ ദേശത്തെ എല്ലാം ഏൽപ്പിക്കുകയാണ്. കർത്താവ് മാനവും മഹത്വം ഉടനെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവ് ഉത്തര പരിശുദ്ധാത്മാവാന്തരേതിൻ്റെ കുറവുകളും അനുഗ്രഹങ്ങളും കർത്താവ് ഈ ഭവനത്തിൻ്റെ മേലും കർത്താവെ സ്നേഹം നമ്മുടെ ഭവനത്തിൻ്റെ മേൽ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആ